പ്രിയരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ടൈറ്റിൽ കണ്ടില്ലേ, ആരാണ് വിജയാവുക അറിയണ്ടേ? അപ്പോൾ സബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഇടവിട്ട് കണ്ടു കഴിഞ്ഞാൽ പലതും എവിടെ എത്തില്ല. ഓക്കെ, എന്തായാലും പ്രശ്നങ്ങളുണ്ടല്ലോ വിജയിക്കാതിരിക്കണമെങ്കിൽ. തെരഞ്ഞെടുപ്പിലെ വിജയത്തെക്കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. നിങ്ങളതാണ് ആഗ്രഹിക്കുന്നത്, അത് നമുക്ക് വഴിയെ പറയാം. അത് വരുന്നുണ്ട്, ഈ വീഡിയോയിൽ തന്നെ പറയാം. ആരൊക്കെ ജയിക്കും, ആരൊക്കെ തോൽക്കും എന്നൊക്കെ അല്ലേ. എൻ്റെ ആ സ്ഥാനാർത്ഥി ഇപ്പോൾ ജയിക്കുമോ? മറ്റാളിപ്പോൾ പുതിയതായിട്ട് നിൽക്കുന്ന ആൾ വിജയിക്കുമോ? അങ്ങനെയുള്ള തോന്നലുകളൊക്കെ ഇല്ലേ. പല ആളുകളുടെ ഫോട്ടോസൊക്കെ നമ്മളിങ്ങനെ ഫ്ലെക്സുകളിങ്ങനെ കാണുമ്പോൾ ഇവരായിരിക്കുമോ അടുത്ത ഭരണം നിയന്ത്രിക്കുന്ന സാരഥി എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടോ ഇല്ലേ? അത് നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ആരെ വിജയാവുക? എ പ്ലാനും ബി പ്ലാനൊക്കെ ഉള്ളവരാണ് എന്ന് വെച്ചാൽ അതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ വിജയാവുക. തുടക്കത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതിനെ അതിജീവിക്കുന്ന ആളുകൾ മാത്രമേ ആവുള്ളൂ. അപ്പോൾ വിജയിക്കണമെങ്കിൽ ആദ്യം തോൽക്കാനുള്ള പേടി ഉണ്ടാവരുത്. തോൽക്കുമെന്നുള്ളത് ഉറപ്പിച്ചിട്ടാണ് വിജയിക്കാൻ വേണ്ടി ആളുകൾ ഇറങ്ങുക. തോറ്റാലും ഇന്നത് സംഭവിക്കുള്ളൂ, അതിനുള്ള പ്രതിവിധി എന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഓരോ കാര്യങ്ങളും ഓരോരുത്തരും ചെയ്യുന്നത്. ജീവിതത്തിലെ പല കാര്യങ്ങളിലും, ജോലി ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, പല മേഖലകളിലും അങ്ങനെ ധൈര്യത്തോടു കൂടി ഇറങ്ങി നിൽക്കുന്ന ആളുകളാണ് എന്തെങ്കിലുമൊക്കെ ആവുന്നത്. അല്ലാതെ എന്ത് കാര്യം പറഞ്ഞാലും അതിനൊക്കെ നെഗറ്റീവ് മാത്രം കണ്ട് അതൊന്നും നടക്കില്ല. അത് ചെയ്താൽ ഇന്നത് ഇങ്ങനെയാവും, അങ്ങനെ മറ്റതാവും, മറിച്ചതാവും, അതിൻ്റെ പ്രശ്നം മാത്രമേ കാണുള്ളൂ. ഒരു പോസിറ്റീവ് വശം അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. അതുകൂടാതെ ചുറ്റുപാടുള്ള കുറേ ആൾക്കാരോട് അഭിപ്രായം ചോദിക്കുകയും ചെയ്യും. സ്വന്തം തീരുമാനമില്ലാത്ത കുറേ ആൾക്കാർ. സ്വന്തം തീരുമാനമില്ലാത്തതിനെ കുറിച്ചുള്ള നിങ്ങൾക്കുണ്ടോ ഇല്ലെങ്കിൽ കാര്യം പ്രശ്നമാണെന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. ഒരു 2 കട പുറത്തൊക്കെ ആളുകൾ കണ്ടുള്ള വീഡിയോ ആണത്. അപ്പോൾ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഇല്ലാണ്ടായുള്ള പ്രശ്നങ്ങൾ മനസ്സിലാവും. വന്നാൽ തന്നെ ബാക്കിയൊക്കെ സെറ്റാവും. ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവർക്കൊരു മാറ്റം ഉണ്ടാവുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം 2-3 തരത്തിലുള്ള ഉണ്ട്. ആ സാധനങ്ങൾ ഇല്ലാണ്ടായാൽ പിന്നെ പ്രശ്നമാണ്. എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആളുകൾ ചാനലിലുണ്ട്, അത് കണ്ടു നോക്കിക്കോളൂ. അതല്ലെങ്കിൽ ഇന്ന് റീറ്റെയിലല്ല റിലേറ്റഡ് വീഡിയോ ആയിട്ട് കൊടുക്കാന്ന്. എന്താണാവോ പഴയ പോലെ ഞങ്ങൾ വഴങ്ങണില്ല. വയസ്സായി വരണോണ്ടായിരിക്കും, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ റിലേറ്റഡ് വീഡിയോ അത് കൊടുക്കാം, അത് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ വിജയിക്കാത്തതിൻ്റെ കാരണം എന്താണ്? തോൽക്കാൻ പേടിയാണ്. എല്ലാവരോടും സ്വർഗത്തിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പറയും എന്താ വെച്ചാൽ, എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് പറയും. എന്നാൽ പെട്ടെന്ന് ഇപ്പം തന്നെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. കാരണം മരിച്ചാലല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടത്തൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുകയാണെങ്കിൽ സ്വർഗം കിട്ടുമെന്നാണല്ലോ പറയണത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോകാമെന്ന് വെച്ചിട്ടാവും. പക്ഷെ ഇപ്പം പെട്ടെന്ന് ഞങ്ങൾ സ്വർഗത്തേക്ക് പോയിക്കൊന്നു പറഞ്ഞാൽ ആർക്കും വേണ്ട. ഇതുപോലെയാണ് പല കാര്യത്തിലും. അപ്പോൾ തോൽക്കാനുള്ള പേടി ആദ്യം ഇല്ലാണ്ടാക്കണം. തോറ്റോട്ടെ, വീണ്ടും പരിശ്രമിച്ച് വിജയിക്കാലോ. ആദ്യത്തെ തോൽവികളിൽ നമ്മൾ വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടേക്ക് എത്തുക? നമ്മൾ ജനിച്ചു വന്ന കാലഘട്ടമൊക്കെ നമുക്ക് അറിയണമല്ലേ. ചെറിയ മക്കളാവുന്ന സമയത്ത് പ്രസവിച്ചൊരു ശിശുവായി വന്ന് നമ്മളൊക്കെ ഇതുപോലെ ഓടിപ്പാഞ്ഞ് നടന്നിരുന്ന ആളുകളാണ്. ഇതുപോലെ വർത്തമാനം പറയുന്ന ആളുകളാണോ? അല്ലല്ലോ. വീണും മറ്റുള്ളവരെ സപ്പോർട്ടോട് ഒക്കെ കൂടിയല്ലേ വളർന്നു വന്നത്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറ്റില്ല എന്നോ നടക്കില്ല എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നടക്കുമോ? അപ്പോൾ തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പ്രവർത്തിച്ചാലേ വിജയിക്കാൻ പറ്റുള്ളൂ. ചില സമയങ്ങളിലൊക്കെ തോറ്റുപോകും. തോൽവി എന്താണ് വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ തോൽക്കാൻ പല കാരണങ്ങളുണ്ടാവും. അത് നമുക്കൊരു പരിധി വരെയൊക്കെ പ്ലാൻ ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റും. മുൻകൂട്ടി കണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ തോൽക്കാതെ പോവാം. അപ്പോൾ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പരമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതും പറയാലോ. ഇപ്പോൾ നമ്മുടെ പല സ്ഥാനാർത്ഥികളും അവർ വളരെ ധൈര്യത്തോട് കൂടിയിട്ട് തോൽക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അവർക്ക് തന്നെ അറിയാം തോൽക്കുകയുള്ളൂ എന്ന്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഏതെങ്കിലും എതിർ പാർട്ടിയുടെ ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥലമാവാം, ചിലപ്പോൾ എതിർ സ്ഥാനാർത്ഥി ശക്തനാവാം, അല്ലെങ്കിൽ അവനവൻ്റെ കഴിവുകളെക്കുറിച്ച് ചിലപ്പോൾ ബോധ്യം ഉണ്ടാവില്ല. ആരെങ്കിലും നിർബന്ധിച്ച് ഉന്തി തള്ളി മുന്നിൽ കൂടെ നിർത്തിയേക്കാവും. അപ്പോൾ അവർക്കറിയാതെ ഇങ്ങനെയൊക്കെ ആവുള്ളൂ എന്ന്.
പക്ഷെ ചിലപ്പോൾ അണികൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിന്ത മാറും, ഞാനും ജയിച്ചേക്കാന്നുള്ള തോന്നലൊക്കെ വരും. അവസാനം വോട്ടെണ്ണ സമയത്ത് വരെ അതൊക്കെ വരും. പക്ഷെ ലാസ്റ്റ് ആ പ്രതീക്ഷയില്ലാത്ത വ്യക്തിയെ സംബന്ധിച്ച് അത് മങ്ങലിന് തന്നെ സാധ്യത. അവൻ്റെ ഉള്ളിലൊരു വിശ്വാസം വേണം ആദ്യം, ഞാൻ വിജയിക്കുന്നു, അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനും ആ തരത്തിൽ എന്നാലേ അവർക്ക് സംസാരിക്കാനും ആളുകളെ ഇറങ്ങിച്ചെന്ന് അവരുടെ കോൺഫിഡൻസ് ഷെയർ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പം തോൽക്കും എന്നുള്ള പേടി വെച്ചിട്ട് പരിപാടിക്ക് എന്നിട്ട് ഒരു കാര്യമില്ല. ചെയ്തു നോക്കുക, തോറ്റാ തോറ്റു, ജയിക്കാനാണ് സാധ്യത കൂടുതൽ അങ്ങനെ ചിന്തിച്ച് ചെയ്യുമ്പോൾ. തുടങ്ങിയാലല്ലേ ജയിക്കുള്ളൂ. നമ്മളൊരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടേ, വീട്ടിൽ ഇരുന്ന് ആലോചിച്ച് അവിടേക്ക് എത്തുമോ? ചിലപ്പോൾ ലേശം ലേറ്റ് ആവാം. അപ്പോൾ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ വിജയങ്ങൾ ചിലപ്പോൾ കുറച്ച് ലേറ്റായി കോളാം. അതുകൊണ്ട് അർത്ഥം തോറ്റു എന്നല്ല, അതൊന്ന് നമുക്ക് അനുഭവങ്ങൾ കിട്ടുന്നുണ്ട്. അടുത്ത പ്രാവശ്യം മാറ്റങ്ങൾ വരുത്തി മുൻകരുതലോടുകൂടി പോകുമ്പോൾ വിജയിക്കാൻ പറ്റും. പക്ഷെ പലർക്കും അതിനുള്ള ഒരു മനസ്സൊന്നുമില്ല. അപ്പോഴത്തേനും ആരെങ്കിലൊക്കെ തളർത്താണ്ടാവും, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, നെഗറ്റീവ് മാത്രം പറഞ്ഞു നടക്കുന്ന കുറേ ആൾക്കാർ, അല്ലെങ്കിൽ അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ലാത്ത ആളുകളാവും. പക്ഷേ ഈ ഇറങ്ങുന്ന വ്യക്തിക്ക് അത്യാവശ്യമായിരിക്കും. അപ്പം നേരത്തെ പറഞ്ഞ എ ഉണ്ടല്ലോ, ആ എ ഇല്ലെങ്കിൽ മറ്റുള്ളവരെ വാക്ക് കേട്ടിട്ട് അവിടെ നിൽക്കും. അപ്പോൾ തോൽക്കാനേ നേരം ഉണ്ടാവുള്ളൂ, ജയിക്കാൻ നേരം ഉണ്ടാവില്ല. നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളിലൊക്കെ വിജയിച്ചാൽ നമുക്ക് സ്വയം കോൺഫിഡൻസ് വരും. അപ്പോൾ എന്തുണ്ടാവും, നമ്മൾ തന്നെ സ്വയം ഞങ്ങൾ ചെയ്യാൻ തുടങ്ങും ഓരോന്ന്. അപ്പോൾ വിജയിക്കൽ നമ്മളൊരു ഹിസ്റ്ററിയുടെ ഭാഗമാവും. ഓക്കെ, അപ്പോൾ വിജയിക്കാൻ എല്ലാവർക്കും തുടങ്ങാൻ സാധിക്കട്ടെ. തോൽക്കുമെന്ന് ആ പേടി മാറട്ടെ. അത് അങ്ങനെ കുറേ ആൾക്കാരെ കാണുന്നുണ്ട് പല മേഖലകളിൽ. അതുകൊണ്ടാണ് ഇത് എടുത്ത് പറയണത്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ചിലരൊക്കെ സ്റ്റക്കായിട്ട് എവിടെ എത്താത്തതിൻ്റെ കാരണം ഈ തോൽവിയാണ്. വീണ്ടും വീണ്ടും തുടർന്ന് ചെയ്യാനുള്ള അവർ മനസ്സില്ലാത്തതും കോൺഫിഡൻസ് ഇല്ലാത്തതൊക്കെ ഈ തോൽവിനെ പേടിച്ചിട്ടാണ്. അപ്പോൾ തോൽക്കും എന്നുള്ള ആ ഒരു ചിന്ത വിട്ടിട്ട് ജയിക്കാനുള്ള കൂടുതൽ സാധ്യതകളെക്കുറിച്ച് നമ്മളൊന്ന് പഠിച്ചാൽ, അതിന് കൂടുതൽ ശ്രദ്ധ കൊടുത്താൽ ജയിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഇനി പറയാമെന്ന് പറഞ്ഞിട്ട് പറയാതിരിക്കണ്ട. അപ്പോൾ പല ആളുകളും ജയിക്കുന്ന വിചാരിച്ച് നിൽക്കുന്ന പലരും ജയിക്കില്ല. അപ്പോൾ 3-4 സ്ഥാനാർത്ഥികൾ ഓരോ സ്ഥലത്ത് നിന്നാലും അതിലൊരു വ്യക്തിയിൽ ജയിക്കുള്ളൂ. പക്ഷെ എല്ലാവരും അപാര കോൺഫിഡൻസ്, അപാര തള്ളിമറിക്കലൊക്കെ ആവും അല്ലേ? അതതിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. പിന്നെ അതിൻ്റെ വിജയിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുന്ന ആ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം, അവരെ മുൻകാല പരിചയം, അവരുടെ കഴിവ്. ആ വ്യക്തി ജയിച്ചു വന്നാൽ നാട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടും എന്നുള്ള ബോധ്യം വരുമ്പോൾ ആളുകൾ ചിലപ്പോൾ പാർട്ടി നോക്കാതെയൊക്കെ അവർക്ക് എന്തു ചെയ്യും, വിരൽ കൊണ്ടുപോയി വെക്കും. അപ്പോൾ എന്തുണ്ടാവും, അവർ ജയിക്കും. പിന്നെ അങ്ങനത്തെ നല്ല സ്ഥാനാർത്ഥികൾ നിന്ന പാർട്ടി കണക്കൂട്ടുന്ന ഓട്ടമല്ല കിട്ടുക, ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും. ഒരു മിഡിൽ ക്ലാസ് ആളുകളുണ്ടാവും, ഇതിലൊന്നും കൊടി പിടിക്കാനും മറ്റു തിരക്കിനൊന്നും പോകാത്ത ആളുകളുണ്ടാവും. അവരാ വ്യക്തിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ അവർ ജയിക്കും. ഈ തോൽക്കുന്ന ആളുകൾ എന്താ, ഒരു അന്തം കുന്നില്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്ന് നിർത്തും. അവരെ പേര് പോലും ആ നാട്ടിലെ ജനങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തുണ്ടാവുക, അവർ ജസ്റ്റ് എന്നാ സമയത്ത് വന്ന് എന്തെങ്കിലും പറഞ്ഞു പോകും. വോട്ട് പിടിക്കാൻ വരുന്ന സമയത്ത് ആ ജനങ്ങൾ ആന്ന് പറയും ചെയ്യും. പക്ഷെ പെട്ടിയിൽ വോട്ട് വീഴുമ്പോൾ അവരുടെ പേരിൽ വോട്ടുണ്ടാവില്ല, കാരണം അവരറിയില്ല. അതൊരു ഘടകമാണ്. എപ്പോഴും പ്രവൃത്തി പരിചയമുള്ള ആളറിയുന്ന, നാം അറിയുന്ന, നമ്മെ അറിയുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നൊരു എല്ലാ പ്രസംഗത്തിലൊക്കെ പറയാറുണ്ട്. അത് തന്നെ നടക്കുള്ളൂ. പിന്നെ ആളുകൾക്കൊരു വിഷയമുണ്ട്, ഇപ്പോൾ ഓപ്ഷൻ കുറവാണ്. 2-3 ആളുകളല്ലേ സ്ഥാനാർത്ഥികളായിട്ട് കിട്ടുന്നുള്ളൂ, 2-3 പാർട്ടികൾ. ചിലപ്പോൾ ഈ 3-ന് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടാവും. അപ്പം എന്തു ചെയ്യും, അതിന് ആർക്കും ഇല്ലാതെ വോട്ട് ചെയ്യാനുള്ള അവസ്ഥയൊക്കെ വെച്ചിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ എന്തായാലും അങ്ങനെ ആക്കണ്ട, നാടിന് ഉപകാരപ്പെടുന്ന ആർക്കെങ്കിലൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുക തന്നെ വേണ്ടത്. അപ്പോൾ ഈ സ്ഥാനാർത്ഥികളൊക്കെ തോൽക്കും എന്നുള്ള പേടിയില്ലാതെ ഇറങ്ങി നിന്നിട്ട് പരമാവധി അവരുടെ കഴിവ് പുറത്തേക്ക് എടുത്ത് പ്രവർത്തകരുടെ കൂടെ നിന്നിട്ടാണ് അവർ വിജയിക്കുന്നത്. അത് കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. മുന്നത്തെ പല ആളുകളും ചെയ്തു വെച്ച ഗുണപ്പെട്ട ചില കാര്യങ്ങൾ അവർക്ക് പോസിറ്റീവായിട്ട് കിട്ടും. അതല്ല, അവരുടെ ആ മുന്നത്തെ സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ അവരുടെ വ്യക്തികളും ചെയ്തു വെച്ചുള്ള പല പ്രശ്നങ്ങളും ഇവരുടെ തലയിലേക്ക് വരും ചെയ്യും. അതും ഈ വോട്ടിനെയൊക്കെ ബാധിക്കും, തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. അപ്പം ഘടകങ്ങൾ പലതാണ്. അപ്പോൾ ആര് വിജയിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പ്രാക്ടിക്കലായി ചിന്തിച്ച് ശക്തമായി പ്രവർത്തിച്ച ബാക്ക് വർക്ക് ചെയ്ത വ്യക്തി തന്നെ വിജയിക്കുക. കഴിവുള്ള കപ്പാസിറ്റിയുള്ള ആളുകളെ ആരും തിരിച്ചറിയും,
അവരെ വിജയിപ്പിക്കുകയും ചെയ്യും. അതാണ് അവിടെ സംഭവിക്കാൻ പോണത്. അപ്പം നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഓരോ സ്ഥലങ്ങളിലും ഫ്ലക്സുകളിലും മുഖങ്ങൾ വന്നിട്ടുണ്ടാവുമല്ലോ, ABC എന്നൊക്കെ പറഞ്ഞ്. ഏത് പാർട്ടി ആവട്ടെ, അതിൽ ഏത് മുഖമായിരിക്കും വിജയമായിട്ട് വരിക നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട്. അപ്പം എന്തായാലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കട്ടെ. തോൽവികളുടെ ഇടയിലും വിജയങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ തോൽക്കാൻ തയ്യാറായിട്ട് ഇറങ്ങി നിൽക്കുന്ന ആളുകളാണ് ജീവിതത്തിൽ എവിടെയും വിജയിച്ചിട്ടുള്ളൂ. പലർക്കും തോൽവി എന്ന് പറയുമ്പോൾ എന്തോ ഒരു വല്ലാത്ത സംഭവമാണ്. അപ്പോൾ ആ ഭയമൊക്കെ മാറ്റിയിട്ട് ഏത് പ്രവൃത്തി മേഖലയായാലും അതിനൊക്കെ ഇടം കണ്ടെത്തുക, അവനവൻ്റേതായ പ്രവൃത്തികൾ ചെയ്യുക, പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ചെയ്യാൻ തയ്യാറാകുമ്പോൾ മാറ്റങ്ങളുണ്ടാവും. എങ്ങനെ വിജയിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് വേറൊരു ടോപ്പിക്കിൽ പറയാം. കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ചാനൽ സബ് ചെയ്യാത്ത ആളുകൾ സബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ഓൾ എനേബിൾ കൊടുത്ത് വയ്ക്കൂ, ബെൽ ബട്ടൺ. ഓക്കെ, അപ്പോൾ എന്തായാലും ജീവിതത്തിൽ വിജയിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ. ബാക്കിയുള്ള എല്ലാ വീഡിയോസും കാണുക, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്തായാലും എല്ലാവരും നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സബ്ബൊക്കെ കൂടി വരുന്നുണ്ട്. സന്തോഷം. സഹകരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ വിജയിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു ഓൾ.